അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ചില വ്യക്തികളുണ്ട്. നമ്മൾ റോൾ മോഡൽസായി കണ്ടു നടക്കുന്ന ചിലര്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ കണ്ടു വളർന്ന ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും ആ റോൾ മോഡൽസ്. അല്ലെങ്കിൽ സിനിമാ രംഗത്തോ കായിക രംഗത്തോ ഒക്കെ പേരും പ്രശസ്തിയും ഒക്കെ നേടിയ, അതെന്തുകൊണ്ടും അർഹിച്ച ചിലര്. പക്ഷേ കാലത്തിനൊത്ത് നമ്മളും വളർന്നപ്പോൾ ഇക്കൂട്ടരിൽ പലരെയും നമ്മൾ ഉപേക്ഷിച്ചു. എന്നിട്ട് പുതിയ ഒരു പറ്റം വ്യക്തികളെ റോൾ മോഡൽസ് ആയിട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചേർത്ത് നിർത്തി. ചെറുപ്പത്തിൽ എന്തുകൊണ്ടും തികഞ്ഞവർ എന്ന് നമ്മൾ കരുതിയ ആ റോൾ മോഡൽസ് പിന്നീട് എങ്ങനെയാണ് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒന്നുമല്ലാതായി പോയത്? ജീവിതത്തിലെല്ലാം നേടിയിട്ടും നേടിയതായി കാണിച്ചിട്ടും പിന്നെ എങ്ങനെയാണ് അവർ തകർന്നു പോയത്? അതിനുള്ള ഉത്തരം എളുപ്പമാണ്. നിങ്ങളുടെ മുമ്പിലുള്ള കൊച്ചു സ്ക്രീനിൽ ആർക്കും എന്തുമായും ചമയാം. ഉള്ളിലെ വെറുപ്പ് മറച്ച് പുഞ്ചിരിക്കാം. ചലച്ചിത്രങ്ങളിൽ എന്ന പോലെ ജീവിതത്തിലും നാലാളെ കാണുമ്പോൾ അഭിനയിക്കാം. ഉള്ളിലെ വിഷം കാപട്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് മറയ്ക്കാനും ശ്രമിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ അവരുടെ തനി നിറം പുറത്തു വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ അവരുടെ നാവ് പിഴയ്ക്കും. അതുമല്ലെങ്കിൽ ലോകത്തിനു മുൻപിൽ അഭിനയിച്ച് തകർത്ത ആ മുഖത്തിന്റെ പിന്നിൽ എന്തായിരുന്നുവെന്ന് ആരുടെയെങ്കിലും ക്യാമറയിലോ ഫോണിലോ പതിയും. അങ്ങനെ അന്നുവരെ സദാചാരത്തിന്റെ പോലീസ് കുപ്പായം അണിഞ്ഞവരും നന്മമരങ്ങളുമായി സ്വയം വിശേഷിപ്പിച്ചവരും പുരോഗമനവാദം എന്ന പേരിൽ വളരെ റിഗ്രസീവായ ആശയങ്ങളെ അഭിമാനത്തോടെ കാണിച്ചവരുടെയും ചീട്ടുകൊട്ടാരം അങ്ങനെ അവിടെ തകർന്നു വീഴും. മനസ്സിലാക്കാൻ കഴിയും ഇന്ന് വളർന്നു വരുന്ന തലമുറയുടെ നിസ്സഹായ അവസ്ഥ. ശരിയും തെറ്റും വേർതിരിച്ച് പറയാൻ മാതാപിതാക്കന്മാർക്കോ അധ്യാപകർക്കോ മുതിർന്നവർക്കോ പോലും കഴിയാത്തൊരു കാലഘട്ടത്തിൽ വിരൽത്തുമ്പിൽ ഡോപ്പമീൻ ഹിറ്റ് നിങ്ങൾക്കായി 24 മണിക്കൂറും കാത്തിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്നതിനപ്പുറം കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വിരൽത്തുമ്പിൽ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം എത്തിക്കുമ്പോൾ എങ്ങനെ കഴിയും നല്ലൊരു റോൾ മോഡലിനെ കണ്ടെത്താൻ? എന്തിന് ശരിയും തെറ്റും തിരിച്ചറിയാൻ തന്നെ എങ്ങനെ സാധിക്കും? ഓർക്കുക, വർണ്ണ പകിട്ടുകളോടുകൂടി നിങ്ങളുടെ മുൻപിലെ കൊച്ചു സ്ക്രീനിൽ ഇൻഫ്ലുവൻസേഴ്സായും അഭിനേത്രികളായും അഭിനേതാക്കളായും എത്തുന്ന എല്ലാവരും നല്ലൊരു റോൾ മോഡലാകണമെന്നില്ല. അതിനർത്ഥം എല്ലാവരും മോശക്കാരാണ് എന്നല്ല. ലോകം അവരെ എങ്ങനെ കാണുന്നു എന്നതിനപ്പുറം അവർ ലോകത്തെ എങ്ങനെ കാണുന്നു എന്ന് ശ്രദ്ധിക്കുക. അവർ പറയുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പ്രോഗ്രസീവ് എന്ന മട്ടിൽ വളരെ പിന്തിരിപ്പനായ ആശയങ്ങളെ ആവർത്തിച്ച് പറഞ്ഞ് ഫലിപ്പിക്കാനും അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാനോ തിരിച്ചറിയാനോ കഴിയാത്തവരെയും മനുഷ്യ നന്മയിലും രാഷ്ട്രീയത്തിലുമൊക്കെ മതം ചേർത്ത് വിൽക്കുന്നവരെയുമൊക്കെ കഴിയുമെങ്കിൽ അങ്ങ് മാറ്റി നിർത്തുക. ഇവരാരും നല്ലൊരു റോൾ മോഡലോ നല്ലൊരു മനുഷ്യനോ പോലുമല്ല. തെറ്റാർക്കും പറ്റും. അത് തിരുത്താനും വളരാനും ശ്രമിക്കുന്ന മനുഷ്യരും എല്ലാം തികഞ്ഞവൻ എന്നതിനപ്പുറം തനിക്കൊരിക്കലും ഒരു പെർഫെക്റ്റ് ബീയിങ് ആകാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ സ്വയം വളരാനും മറ്റുള്ളവരെ വളർത്താനും ശ്രമിക്കുന്ന, സമൂഹത്തിന് ദോഷം വരാത്ത രീതിയിൽ ജീവിക്കാനും മറ്റാരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുന്നിടത്തോളം കാലം സ്വന്തം വിശ്വാസങ്ങളിൽ വളരാനും ജീവിക്കാനും അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന, പണത്തിനും സ്ഥാനമാനങ്ങൾക്കും അപ്പുറം മനുഷ്യന് പലതും നേടാനും ആയിത്തീരാനും കഴിയുമെന്ന് പഠിപ്പിക്കുന്ന, ജീവിച്ച് കാണിക്കുന്ന മനുഷ്യരായിരിക്കണം നിങ്ങളുടെ റോൾ മോഡൽസ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളായിരിക്കില്ല എന്നും ശരി. അത് വലിയൊരു സത്യമാണ്. പ്രായമായവരും കുട്ടികളും ഇന്നും പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്ന ഒരു സത്യം. ആ തിരിച്ചറിവ് ഒരു വെളിച്ചം പോലെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കണം. ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോഴും ജീവിതം വഴിമുട്ടുമ്പോഴും ആ വെളിച്ചം നിങ്ങളെ നയിക്കും. അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ വളരുമ്പോൾ നിങ്ങളെ കണ്ടു വളരാനും ഒരു പുതുതലമുറയുണ്ടായിരിക്കും.